സാധനങ്ങൾ ഉണ്ടായപ്പോൾ പെട്ടെന്നൊരു ബിരിയാണി തയ്യാറാക്കിയതാണ്. അത് നമ്മൾ പാത്രം അടുപ്പത്ത് വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നെയ്യിൽ മാത്രമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഓയിലും നെയ്യും ചേർത്തിട്ടുണ്ട്. ഇനി നല്ല ഉരുകി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറുവപ്പട്ട, ഏലക്കായ, ഗ്രാമ്പൂ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഇളക്കി കൊടുക്കുക, കരിയാതെ. ഇതിലേക്ക് ഒരു 4 സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നല്ല വലിയ സവാളയാണ് കേട്ടോ എടുത്തത്. ഇത് നല്ലൊന്ന് വഴറ്റിയെടുക്കണം. നല്ലൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴഞ്ഞിട്ടിക്കോളും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. സവാളയുടെ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ, അതൊക്കെ കുറച്ച് അധികം തന്നെ ചേർക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് നല്ലൊന്ന് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് 3 തക്കാളി എടുത്തിട്ടുണ്ട്, വലിയ തക്കാളി. നല്ല കനം കുറച്ചിട്ട് അരിയണം കേട്ടോ. ഇത് കുറച്ച് കനത്തിലായിട്ട് അരിഞ്ഞത്. നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഒരു വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഇളക്കിയത്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ രീതിയിലായിട്ടുണ്ട്. നല്ലൊന്ന് ഇളക്കിയിട്ട് നല്ലതായി തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് ഇങ്ങോട്ട് എടുക്കണം. ഇത് അടച്ച് വയ്ക്കുമ്പോൾ തന്നെ നല്ല ഉടഞ്ഞ് കിട്ടും കേട്ടോ. നമ്മൾ കുറച്ച് വലിയ കഷ്ണമായി ഇട്ടത്, അതിനെക്കൊണ്ട് കുറച്ച് ഉടയാനൊരു താമസമുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇത് മുക്കാലില്ലേ? പിന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. ബിരിയാണി മസാല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വറുത്ത് പൊടിച്ചതാണ്. പൊടിയായിട്ട് വാങ്ങിയതല്ല. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയിലയും പുതിന ഇലയൊക്കെ കൂടെ ചേർത്ത് കറിവേപ്പില ചേർക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞിട്ടുണ്ട്.
കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി നല്ലപോലെ തൈരൊക്കെ ഒന്ന് മിക്സായി കിട്ടുന്നവരെ ഇളക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കിട്ടും, അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ചേർക്കുമ്പോൾ ബിരിയാണിക്ക് ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കും. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കി എടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു, കുറച്ച് നെയ്യും ചേർത്ത്, 1 ടീസ്പൂൺ നെയ്യും കൂടിയിട്ട് അതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്യാൻ ഉള്ളിയുടെ വാട്ടി ചോറ് വേറെയായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ആവശ്യമുള്ള കൂടെ ചേർത്തിട്ട് നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്ത് തൈരും കൂടെ ചേർത്താൽ ചോറ് നല്ല ഓരോ ലെയർ ഇടുമ്പോഴും അതിനനുസരിച്ച് നെയ്യും ചേർക്കുക, മല്ലിയിലയും എല്ലാം ചേർത്ത് കൊടുക്കുക. നെയ്യൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കും. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ബിരിയാണിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. കുറേ സാധനങ്ങൾ ഇനിയും ചേർക്കാം കേട്ടോ. നമുക്ക് ഇതിൽ ചെറുനാരങ്ങയുടെ നീരൊന്നും ചേർത്തിട്ടില്ല. കേടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പിയിൽ കാണാം.